കുട്ടികൾക്ക് വേണ്ടത് കൃത്യമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന അസസ്മെൻറ്റ്സും അതുപോലെ തന്നെ ഒരു പഠനക്രമവുമാണ് വേണ്ടത്. അത് നമ്മളാണ് കുട്ടികൾക്ക് സാഹചര്യം ഒരുക്കേണ്ടത്. നിങ്ങൾ പലപ്പോഴും പറയുന്നുണ്ടായിരിക്കും, പണ്ട് നമ്മൾ തന്നെയാണ് അതൊക്കെ ചെയ്തിരുന്നത്, ഒരാളും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടില്ല, നമ്മൾ തന്നെയാണ് ഏതൊക്കെ ഭാഗം കുറവെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ആ ഒരു സാഹചര്യമല്ല ഇന്ന് കുട്ടികൾക്കുള്ളത്. സ്കൂളിൽ അങ്ങനെ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. കാരണം കുട്ടികളുടെ സംശയങ്ങൾ എന്നും അവിടെ സംശയങ്ങളായി നിലനിൽക്കുകയാണ്. കുട്ടികൾക്ക് ഒരിക്കലും ക്ലാസ് റൂമിലോ ക്ലാസ് റൂമിന് പുറത്തോ ഒന്ന് തുറന്ന് സംസാരിച്ചുകൊണ്ട് എനിക്ക് ഇന്നത് അറിയില്ല എന്ന് പറയാൻ ഒരു മടിയാണ്. അവർക്ക് എന്തോ പോരായ്മയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ എന്നെ കളിയാക്കുമോ എന്നൊക്കെ ഒരു പേടിയാണ്. സോ അവരുടെ ആ കുറവുകളെ കൃത്യമായി കണ്ടെത്തി ആ കുറവുകൾക്ക് വേണ്ടതായ പരിഹാരങ്ങൾ കണ്ടെത്തി, ഈവൺ ഒരു എക്സ്പേർട്ട് ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ക്ലാസ് പ്രൊവൈഡ് ചെയ്ത് കൃത്യമായി അവരെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ടത് നമ്മളുടെ കടമ തന്നെയാണ്. നമുക്കുണ്ടായിരുന്ന പണ്ടത്തെ സാഹചര്യമല്ല ഇന്നത്തെ കുട്ടികളുടെ മുന്നിലുള്ളത്. അവർക്ക് മുന്നിൽ ഫോണുണ്ട്, ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉണ്ട്, ഡിവൈസസ് ഉണ്ട്. അവരതിൽ നിന്നൊക്കെ മാറി പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കുട്ടികൾക്ക് ആ വിഷയം കൂടുതൽ മനസ്സിലാക്കിക്കാനും അതുപോലെ തന്നെ അതിൽ ഇൻട്രസ്റ്റ് വരുത്താനാണ് ശ്രമിക്കേണ്ടത്. ആ പാഠഭാഗം പഠിച്ച് അത് പരീക്ഷ എഴുതി നല്ല മാർക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന അംഗീകാരം, അവരെല്ലാവരും അവരെ അംഗീകരിക്കുന്നതും അതുപോലെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ കിട്ടുന്ന അവൻ്റെ ആ ഹാപ്പിനെസ്, അതാണ് നെക്സ്റ്റ് ഡേ അവനെ പഠിക്കാനായിട്ട് നൽകുന്ന ഊർജം. ആ ഒരു അപ്രീസിയേഷൻ, ആ ഒരു ഹാപ്പിനെസ് അവന് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആദ്യ രുചി നിങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ആദ്യ രുചി നിങ്ങൾ അവരെ അറിയിക്കണം. ഒരു സ്റ്റേജിലേക്ക് അവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഗ്രാഫ് താഴേക്ക് പോവാതെ അവർ തന്നെ കീപ്പ് ഓൺ ചെയ്ത് പോകും. അപ്രീസിയേഷൻ അല്ലെങ്കിൽ പഠനം എന്നുള്ളതിൽ അവർ ലോക്കാവും, അവർ കൃത്യമായിട്ട് ഭംഗിയായിട്ട് പഠിച്ചു പോകും. ഇതിലേക്ക് കുട്ടികളെ എത്തിക്കുകയാണ് വേണ്ടത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ ക്ലാസ്സുകൾ മുതൽ 4, 5, 6 ക്ലാസ്സുകൾ മുതൽ തന്നെ അവരുടെ ഫൗണ്ടേഷൻ ക്ലാരിറ്റി വരുത്തുക. അത് ഏറ്റവും ഉപകാരപ്പെട്ട സമയം ഞാൻ മനസ്സിലാക്കുന്നത് വെക്കേഷൻസ് ആണ്. വെക്കേഷൻസ് മുഴുവനും അവരെ ഏതെങ്കിലും കോഴ്സിന് കൊണ്ട് ചേർത്തണം അല്ലെങ്കിൽ ട്യൂഷൻസ് കൊടുക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അവരുടെ വെക്കേഷൻസിലെ ഏറ്റവും പ്രൊഡക്റ്റീവായ 1-2 മണിക്കൂർ, ഡെയിലി ഒരു 1-2 മണിക്കൂർ അവരുടെ ആ പഠനത്തിലേക്ക്, ആ ബേസിക് ഫൗണ്ടേഷനിലേക്ക്, അവർക്ക് ഇനി ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ലിലേക്കൊക്കെ അവരെ ഒന്ന് ഇരുത്തുക. അവരെ അതിനു വേണ്ടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു 2 മണിക്കൂർ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യിക്കുക. അടുത്തത് 5ാം ക്ലാസ്സിലേക്കാണ് കുട്ടി പോകുന്നതെങ്കിൽ ഗ്രേഡ് 5 ഇരിക്കാനുള്ള 4 വരെയുള്ള ബേസ് എല്ലാം കൃത്യമായിട്ട് അവൻ അറിയാം എന്ന് ഉറപ്പ് വരുത്തിയിട്ട് 5ലേക്ക് അവനെ പറഞ്ഞയക്കുക. അതിനെ പറ്റി ഏറ്റവും നല്ല ദിവസങ്ങളാണ് ഏപ്രിൽ, മെയ് വെക്കേഷൻസ്. ഈ വെക്കേഷൻസ് ഏതെങ്കിലും കോഴ്സിനോ ട്യൂഷനോ കൊണ്ട് ചേർത്തി അവരെ ആകെ ട്രബിൾ ആക്കരുത്. എങ്കിലും അവരുടെ ഏറ്റവും പ്രൊഡക്റ്റീവായ 1-2 മണിക്കൂർ ദിവസത്തിലെടുത്ത് അവരെ പഠനത്തിലെ ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ അവർക്ക് കുറവുകളുള്ള ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അവരുടെ ഈ പഠനം നടക്കുന്ന സ്കൂൾ ഗോയിങ് ഡേയ്സ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി സ്മൂത്ത് ആവാനും അവർ നന്നായിട്ട് പഠനത്തിലേക്ക് എത്തിച്ചേരുകയും അത് ആസ്വദിച്ച് തന്നെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യും.